വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാനും മണിക്കൂറുകൾക്കകം അമേരിക്ക, കാനഡ, മെക്സിക്കോ ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങളിൽ തുടങ്ങുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫിഫ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഞാൻ ഇന്നു മുതൽ ഓരോ ഗ്രൂപ്പിലും പെട്ട രാജ്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇന്ന് പറയുന്നത് ഗ്രൂപ്പ് എയിൽ ആരെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. മെക്സിക്കോ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക് ഇവയാണ് ഉള്ളത് ഗ്രൂപ്പ് എയിൽ. ഇതിൽ ദക്ഷിണ കൊറിയ നമ്മുടെ ഏഷ്യൻ രാജ്യമായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂറ് ദക്ഷിണ കൊറിയയോടായിരിക്കും ഉണ്ടാവുക. നല്ല ടീം തന്നെയാണ്. ഏഷ്യയിലെ ചാമ്പ്യന്മാരാണ് അവർ. ഏഷ്യയിലെ നല്ല ടീമാണ് അവർ. പല ലോകകപ്പുകളും അവർ കളിച്ചിട്ടുണ്ട്. നല്ല പരിചയമുള്ള ടീമുമാണ്. അതുപോലെ ദക്ഷിണ ആഫ്രിക്കയും മോശമൊന്നുമല്ല, നല്ല ടീം തന്നെ. പിന്നെയുള്ളത് മെക്സിക്കോ ആണ്. മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ആദ്യ രാജ്യമായതുകൊണ്ട് അവർക്ക് കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയുള്ളത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അതും തർക്കമില്ലാത്ത ടീം തന്നെയാണ്, യൂറോപ്യൻ ടീമാണ്. ഈ 4 ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ത്യൻ സമയം രാത്രി 12 ശേഷമാണ് നമുക്ക് കളി കാണാൻ കഴിയുക. നമ്മളേതായാലും ഉറക്കം ഈ കളി കാണേണ്ടി വരും. കളി നടക്കുന്നത് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ആയതുകൊണ്ട് നമുക്ക് കളി കാണേണ്ടത് 12 ശേഷമേ കളി വരുള്ളൂ, നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരൊക്കെ ഉറക്കൊഴിഞ്ഞ് തന്നെ കളി കാണേണ്ടി വരും. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഫുട്ബോൾ ആയതുകൊണ്ട് ഉറക്കൊഴിഞ്ഞാണല്ലോ എന്തിനും തയ്യാറാണ് നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോളിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഗ്രൂപ്പ് എയിൽപ്പെട്ട ടീമിനെ പറ്റിയും എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങളാണ്. ഇതുപോലെ എന്നും അങ്ങനെ ഓരോ ഗ്രൂപ്പിനെ പറ്റിയൊക്കെ ഞാൻ പറയും. നിങ്ങളെൻ്റെ ചാനലൊന്ന് കാണുക. നിങ്ങൾക്കൊന്ന് സംശയം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഓരോ ഫുട്ബോളിനെ പറ്റിയോ അതിനെപ്പറ്റി ഓരോ രാജ്യത്തെ പറ്റിയുള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇന്ത്യക്ക് ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഞാൻ ഈ വീഡിയോയോടെ അവസാനിക്കുന്നു. ഓക്കെ. ഖത്തർ ലോകകപ്പ് നേടിയത് അർജൻറ്റീനയായിരുന്നു. പ്രാവശ്യം ആര് നേടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോകത്തിന് തന്നൊരു ആവേശമാണ്. ലോകം മുഴുവൻ ഇതിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രം ഒക്കെ മറന്ന് മൊത്തത്തിൽ ലോക ഫുട്ബോളിൽ ലയിക്കുന്ന ഇതാണ് ലോക ഫുട്ബോൾ കപ്പ് എന്ന് പറയുന്നത്. എല്ലാം കാത്തിരിക്കാം. ഇതുപോലെ ഇനിയും നാളെയും എല്ലാ ഗ്രൂപ്പിനെ പറ്റി ഞാൻ പറയും. എനിക്ക് എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എല്ലാവരും വീഡിയോ കണ്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്തുണയ്ക്കുക. ഓക്കെ.